ദ ടണൽ ടു സമ്മർ, ദ എക്സിറ്റ് ഓഫ് ഗുഡ് ബൈസ്. ഒരു അനിമയാണെങ്കിൽ കൂടി ഈ ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട്, ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരു അനിമ ആയതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സിനിമ കാണാതിരിക്കരുത്. കാരണം ദിസ് ഈസ് എ മാജിക്കൽ എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരു ലൈവ് ആക്ഷൻ സിനിമയ്ക്ക് ചിലപ്പോൾ തരാൻ പറ്റാത്ത ഫീലിംഗ് ഈ ഒരു സിനിമയ്ക്ക് നിങ്ങൾക്ക് തരാൻ പറ്റിയേക്കും. അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറിയും അങ്ങനത്തെ ഒരു ആനിമേഷനുമാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. ഈ ഒരു സിനിമ കണ്ട് തുടങ്ങിയപ്പം നമുക്കുണ്ടാകുന്നൊരു ഫീലും ഇത് കണ്ടു കഴിയുമ്പം ഉണ്ടാകുന്നൊരു ഫീലും രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് ഒരു റൊമാൻസ് ഫാൻറ്റസി ജോണറിലാണ് ഈ ഒരു സിനിമ വരുന്നതെങ്കിലും പക്ഷേ ഇതിനകത്ത് പറയുന്ന കുറച്ച് ഡീപ്പ് തോട്ട്സ് ഉണ്ട്. അത് വേറെ ലെവലാണ്. ഇത് റൊമാൻസിനും അപ്പുറം ഫാമിലി ബോണ്ടിങ്, ഫ്രണ്ട്ഷിപ്പ്, സാക്രിഫൈസ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്നത് ഒരു ഫിക്ഷണൽ സിറ്റിയിലാണ്. കസാക്കി എന്ന് പറയുന്ന ഒരു സ്റ്റേഷനുള്ള, മെട്രോ സ്റ്റേഷനുള്ള ഒരു സിറ്റിയാണ്. അപ്പം അവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത് ഉറാഷിമ എന്ന് പറയുന്ന ഒരു ടണലുണ്ട് അവിടെ. ആ ഒരു ടണലിൽ നിങ്ങൾ കയറി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടണൽ ഒരു വിഷ് ഗ്രാൻഡ് ചെയ്ത് തരും എന്നാണ്. അപ്പം അത് അവിടുത്തെ ഒരു മിത്താണ്. ആർക്കും അതിൽ വിശ്വാസമൊന്നുമില്ല. ഇങ്ങനെ ഒരു മിത്ത് നമ്മൾ സാധാരണ ഇങ്ങനെ പറയില്ലേ കുറേ സാധനങ്ങൾ, അതേപോലെ ഒരു മിത്താണത്. അപ്പോൾ നമ്മുടെ കഥാനായകനായിട്ടുള്ള കൗരു ടൂൺ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റാണ്. അവനിങ്ങനെ ഒരു ദിവസം പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഒരു കസാക്കി സ്റ്റേഷനിലിരിക്കുന്നത് കണ്ടു, മഴ തന്നെ ഇരിക്കുന്നു. അപ്പം ആ ഒരു പെൺകുട്ടിക്ക് തൻ്റെ കയ്യിൽ നിന്ന് കുടയൊക്കെ കൊടുക്കുന്നു. പിന്നെ പിറ്റേ ദിവസം അവൻ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് ഈ പെൺകുട്ടി ആ സ്കൂളിൽ അവൻ്റെ ക്ലാസ്സിൽ വരുന്നു. അപ്പം ടീച്ചർ പറയുന്നു, അൻസു ഹന ഷിറോ എന്നാണ് കുട്ടിയുടെ പേര്, അവൾ ടോക്കിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണ്, നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരിക്കും എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു നമ്മുടെ നായകൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നായകൻ്റെ ഫാമിലിയിൽ നായകൻ്റെ അനിയത്തി മരിച്ചു പോയതാണ്. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് ആ ഒരു ഫാമിലി ഫുള്ളി ഡിസ്ട്രോയ് ആയിപ്പോയി. അവൻ്റെ അമ്മയും അച്ഛനും പിരിഞ്ഞു. അച്ഛൻ ഭയങ്കര കള്ളുകുടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈ അനിയത്തി മരിക്കാനുള്ള കാരണം ഇവനാണ് എന്നാണ് ഇവൻ വിശ്വസിക്കുന്നത്. ഇവൻ ആ ഒരു മരണത്തിൽ നിന്ന് ഇപ്പോഴും മൂവ് ഓൺ ചെയ്തിട്ടില്ല. അപ്പം ആ ഒരു വിഷമത്തിലാണ് സ്റ്റില്ലിരിക്കുന്നത്. അപ്പം ഒരു ദിവസം ഇവൻ്റെ അച്ഛൻ രാത്രി കള്ളു കുടിച്ചിട്ട് വന്ന് ഇവനെ ഉപദ്രവിക്കുന്ന സമയത്ത് ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. അറിയാതെ കാല് വഴുതി ഈ ഉറാഷിമ ടണലിനകത്ത് അവിടെ വീഴുന്നു. അപ്പോൾ ഇവൻ ഈ ഒരു ടണലിനകത്ത് കയറിപ്പോകുന്നു. ഈ ഒരു ടണലിനകത്ത് കയറിപ്പോയി കുറച്ച് സെക്കൻഡ്സുകൾ മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ. ഇവന് നമ്മളുടെ കഥയിലെ ഇവൻ്റെ അനിയത്തിയുടെ പേരെന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിയത്തിയുടെ പേര് അനിയത്തിയുടെ പേര് കാരനാണ്. അപ്പം ഈ ഒരു കാരൻ്റെ ഒരു സ്ലിപ്പറും ഇവൻ്റെ പണ്ട് ചത്തുപോയ ഒരു തത്തയും അവന് തിരിച്ചു കിട്ടുന്നു അവിടുന്ന്, ഈ ഒരു ടണലിൽ നിന്ന്. അവൻ കയറിയിട്ട് സെക്കൻഡുകളെ ആവുന്നുള്ളൂ. അവൻ തിരിച്ചിറങ്ങി കഴിയുമ്പോഴത്തേക്ക് പുറത്ത് ഒരാഴ്ച കഴിയുന്നു അവനെ ഇതായിട്ട്. അപ്പം അവൻ വീട്ടിൽ ചെന്ന സമയത്ത് പലരും അച്ഛൻ ചോദിക്കുന്നു എവിടെ പോയാണ്, ഈ ഒരാഴ്ച എവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. ഇവൻ വീണ്ടും സ്കൂളിൽ പോകുന്നു. അപ്പം ഇവൻ ഈ ഒരു തോട്ട് കിടപ്പുണ്ട്, ഈ വിഷ് ഗ്രാൻഡ് ചെയ്യുന്നത്. അപ്പം ഇവൻ്റെ അനിയത്തിയെ ഇവന് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആ ഒരു ഇതുണ്ട്. അങ്ങനെ ഇവൻ വീണ്ടും ആ ഒരു ടണലിലേക്ക് പോകുമ്പം അവിടെ വെച്ചിട്ട് അൻസുവിനെ കാണുന്നു. അൻസു ഇവനെ ഫോളോ ചെയ്ത് വരുന്നതാണ്. അങ്ങനെ ഇവർ രണ്ടും കൂടെ ഒരു ടണലിനകത്ത് കയറുന്നു. ടണലിൽ കയറുമ്പോൾ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇവർ തമ്മിലൊരു ഡീലാവുന്നു. നമ്മൾ രണ്ടും കൂടെ ഒരു ഇതായിട്ട് നമ്മൾ ഒരുമിച്ച് ഇനി ഈ ഒരു സാധനത്തിൽ കയറുന്നു, എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് അങ്ങനെ ആക്കുന്നു. അങ്ങനെ ഇവർ കണ്ടെത്തുകയാണ് അകത്തെ 3 സെക്കൻഡ് പുറത്ത് 2 മണിക്കൂറാണെന്നുള്ളത്. അങ്ങനെ ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു അവധിയുള്ള ദിവസം ഇവർ 103 സെക്കൻഡ് എന്തോ അതിനകത്ത് നിൽക്കുന്നു. പുറത്തെ 3 ദിവസം കഴിയുന്നു. അപ്പോൾ ഇവർ തിരിച്ചിറങ്ങുന്ന സമയത്ത് കുറേയധികം പേപ്പറുകൾ അൻസു അത് എല്ലാം എടുക്കുന്നുണ്ട്. അൻസുവിൻ്റെ എന്താണ് മിസ്സായതാണ്. അപ്പം അങ്ങനെ കുറേ സമയം പോകുന്നു. അതെല്ലാം എടുത്ത് ഇവർ കൊണ്ടുവരുന്നു. അങ്ങനെ അപ്പോഴത്തേക്ക് പിറ്റേന്ന് രാവിലെ ആവുന്നു. ഇവർ അൻസുവിൻ്റെ അവിടെ സ്റ്റേ ചെയ്യുന്നു. അപ്പോഴാണ് അൻസു പറയുന്നത് അൻസുവിൻ്റെ അപ്പൂപ്പൻ ഒരു മാംഗ റൈറ്റർ ആയിരുന്നു, പക്ഷേ സക്സസ്ഫുൾ ആയിട്ടില്ല. അപ്പം അച്ഛൻ അതുകൊണ്ട് തന്നെ അൻസുവിനെ ഒരു മാംഗ ആർട്ടിസ്റ്റ് ആവാനായിട്ട് സമ്മതിക്കില്ല. പക്ഷെ അവൾക്ക് മാംഗ ആർട്ടിസ്റ്റ് ആവാനാണ് ഇഷ്ടം. ഇവൾ പണ്ട് എഴുതിയ ഒരു മാംഗ ഉണ്ട്, അച്ഛനത് വലിച്ചു കയറി കളഞ്ഞു. ആ മാംഗയാണിത് എന്ന് പറയുന്നു.
ഈ കളഞ്ഞു പോയ സാധനമാണ്, നഷ്ടപ്പെട്ടു പോയ സാധനമാണ് ഇവർക്ക് കിട്ടിയതെന്ന് പറയുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ഈ ഗ്രാജുവലി അടുത്തുകൊണ്ടിരിക്കുകയാണ്. അൻസുവും കൗരും തമ്മിൽ അവർക്കിടയിൽ ഒരു പ്രണയമുണ്ട്. അവർ പറയുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഒരു പ്രണയത്തെ പറ്റി ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ ആണ് അവർ കൊണ്ടുപോകുന്നത്, പക്ഷെ പറയുന്നില്ല. അങ്ങനെ ആ ഒരു മാങ്ക അവൻ വായിച്ചു നോക്കുന്നു. അവൻ വായിച്ചിട്ട് നല്ലതാണെന്ന് പറയുന്നു. അപ്പോഴും ഇവന് കേരനെ കണ്ടുപിടിക്കണം, പിന്നെ അനിയത്തിയെ കണ്ടുപിടിക്കണം, അല്ല അനിയത്തിയെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ്. ആ ഒരു ഒറ്റ കാരണത്തിന് വേണ്ടിയിട്ടാണ് ഇവൻ ആ ഒരു ടണലിനകത്ത് പോകുന്നത്. പക്ഷെ അത് നടക്കുന്നില്ല. അപ്പം ഇവർ പ്ലാൻ ചെയ്യുന്നു വീണ്ടും ഇനി ഒരിക്കൽ കൂടി അകത്ത് പോകാം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം ഇവൻ പിടിച്ചു വന്നത് ഇവൻ അച്ഛൻ പുതിയതായിട്ട് കല്യാണം കഴിച്ച ഒരു സ്ത്രീയെ കൊണ്ട് വരുന്നു. ഇവനത് കണ്ടിട്ട് ഇവന് പറ്റുന്നില്ല. ഇവൻ അൻസുവിനോട് പറയുന്നു, നമുക്കിപ്പം ചെയ്ത പ്ലാൻ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പോകാം, ഇപ്പോൾ പോകണ്ടെന്ന് പറയുന്നു. പക്ഷേ അൻസു പിറ്റേന്ന് രാവിലെ ഒന്ന് നോക്കുമ്പോൾ ഇവനെ വീട്ടിലില്ല. ഇവൻ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് പറയും. അൻസു പിന്നെ പുറകെ ആ ഒരു ടണലിലേക്ക് ഓടുന്നു. അപ്പോൾ ഇവക്കൊരു മെസ്സേജ് വരുന്നു, അൻസുവിനൊരു മെസ്സേജ് വരുന്നു. ടണലിൽ നമുക്കൊന്നും ഒരു വിഷയം ഗ്രാൻഡ് ചെയ്ത് തരുന്നതല്ല, നമുക്ക് നഷ്ടപ്പെട്ട എന്താണോ അതാണ് അവിടുന്ന് കിട്ടുന്നത്. പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ടത് അനിയത്തിയാണ്. അനിയത്തി അങ്ങനെ നഷ്ടപ്പെട്ടതല്ലല്ലോ, മരിച്ചു പോയതല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് ആ മെസ്സേജ് കട്ടാവുന്നു. ഇവർ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇവൻ അകത്ത് കയറിപ്പോകുന്നു. അകത്ത് കയറിപ്പോയി കഴിഞ്ഞിട്ട് വേറൊരു ഫിക്ഷണൽ വേൾഡിൽ ഇവൻ ചെല്ലുന്നു. ഇവൻ അവിടെ ചെന്നിട്ട് ഇവൻ അനിയത്തിയെ കാണുന്നു. കേരൻ മരിക്കുന്ന ദിവസം അവിടെ ചെല്ലുന്നു. പക്ഷെ പുറത്ത് ടൈം പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ അനിയത്തിയുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇവന് മെസ്സേജുകൾ വരുന്നു. ഫോണിൽ ഒരു സമയമാകുമ്പോൾ ഫോണിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു, അൻസുവിൻ്റെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം കാര്യം പറയുന്നു, ഞാനിവിടെ ഹാപ്പിയാണ്, നിന്നെ ആരെങ്കിലും സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിനക്ക് ആരെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഞാനിവിടെ ഹാപ്പിയാണെന്ന് പറയുന്നു. അപ്പം കൗരു ഇവിടെ അല്ല, എനിക്ക് വേണ്ടത് അൻസുവിനെയാണ്, അൻസുവിനോടാണ് എനിക്ക് ഇഷ്ടം എന്നുള്ള രീതിയിൽ ഇവൻ തിരിച്ച് പുറത്തേക്ക് ഓടുന്നു. അപ്പോഴത്തേക്ക് പുറത്ത് 8 വർഷം കഴിയുന്നു. അൻസു ഒരു വലിയ മാങ്ക ആർട്ടിസ്റ്റൊക്കെ ആവുന്നു. പക്ഷെ അവനോടുള്ള സ്നേഹം അവൾക്ക് ഇപ്പോഴും ഉണ്ട്. ആ ഒരു സ്റ്റേഷനിൽ, ആ ഒരു മെട്രോ സ്റ്റേഷനിൽ അവൾ പോയിരുന്ന് കരയുന്ന സമയത്ത് അവൾക്കൊരു മെസ്സേജ് വരുന്നു, കൗരിന് മെസ്സേജ് വരുന്നു. അവൾ തിരിച്ച് ആ ഒരു ടണലിലേക്ക് ഓടുന്നു. ടണലിൽ ഓടുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ കാല് തട്ടി വീഴുന്നു. അങ്ങനെ അൻസുവും കൗരും അവിടെ വെച്ച് കിസ് ചെയ്യുന്നു. അങ്ങനെ അവർ ടണലിനകത്ത് ഇറങ്ങുന്ന സമയത്തേക്ക് അവൻ ആദ്യമായിട്ട് ടണലിൽ കയറിയിട്ട് 13 വർഷവും 100 ദിവസവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും ഒരു വലിയ ടൈം പീരീഡ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവർ തമ്മിലുള്ള ഇഷ്ടം ഇതിനിടയ്ക്കാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ടൈം ട്രാവലുണ്ട്, പാരലൽ യൂണിവേഴ്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഫാമിലി എന്ന് പറയുന്ന ഭയങ്കര ഒരു സാധനമുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു സിനിമ ഒരു നോർമൽ സിനിമ എന്നുള്ള രീതിയിൽ കണ്ടു തുടങ്ങുമെങ്കിലും സിനിമ തീരുമ്പം വല്ലാത്തൊരു ഫീൽ എന്ന് വെച്ചാൽ ഭയങ്കര വല്ലാത്തൊരു ഫീലാണ്. അതിൻ്റെ കൂടെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. അപ്പം അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സിനിമ, അത്രയും കിടിലോട്ട് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന സിനിമ നിങ്ങൾ എന്തായാലും മിസ് ചെയ്ത് കാണണം. ഇത് അനിമ ആയതുകൊണ്ട് മാത്രം കാണാതിരിക്കരുത് ഒരിക്കലും. അനിമയാണ് എന്ന് വെച്ചിട്ട് ഈ ഒരു സിനിമയ്ക്ക് നമുക്ക് ആ ഒരു ജാപ്പനീസ് ഫാഷൻ മനസ്സിലാവില്ലെങ്കിൽ കൂടി അവരുടെ ഒരു ഫീലിംഗ്, അവരുടെ ആ ഒരു ക്യാരക്ടേഴ്സിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അത്രയ്ക്ക് കിടിലമായിട്ടാണ് ഈ ഒരു സിനിമ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സിനിമയാണ് ദ ടണൽ ടു സമ്മർ ആൻഡ് ദി എക്സിറ്റ് ഓഫ് ഗുഡ് ബൈസ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ സിനിമ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യുക.